ക്ഷേത്രായനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന രാമമംഗലം പെരുന്തൃക്കോവിൽ ശ്രീ ബാലനരസിംഹ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് പ്രതിപാദിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ രാമമംഗലം ഗ്രാമത്തിന്റെ ശാലീന സൗകുമാര്യങ്ങൾ ഒത്തുചേർന്ന ദേവഭൂമിയാണ് ഈ ക്ഷേത്രത്തിന്റെ തട്ടകം. അവതാരമുനിയായ പരശുരാമനാൽ കേരളക്കരയിൽ സ്ഥാപിക്കപ്പെട്ട 64 ഗ്രാമങ്ങളിലൊന്നായ വേദനാട് ഗ്രാമത്തിന്റെ ഉപഗ്രാമമാണ് രാമമംഗലമെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. കാളിയാറും കോതയാറും തൊടുപുഴയാറും ഒന്നിക്കുന്ന ത്രിനദി സംഗമവേദിയായ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് പൗരാണികമായ ഉൽപ്പത്തി പുരാണങ്ങളുടെ പെരുമയിൽ ക്ഷേത്ര സങ്കേതം വിലയം കൊള്ളുന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന പെരുമാൾ ഭരണവുമായി ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവ ചരിത്രത്തിന് കെട്ടുപാടുകളുണ്ട്. പെരുമാൾ ഭരണ പരമ്പരയിലെ 2ാം ചേര രാജാവാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് ചരിത്രം സൂചനകൾ നൽകുന്നു. കർണാടക സംഗീത ലോകത്തെ അത്ഭുത അവതാരമായ ഷക്കാല ഗോവിന്ദ മാരാർ ഈ ഗ്രാമത്തിലെ കരവട്ടേടത്ത് തറവാട്ടിൽ ജനിച്ച സംഗീത വിദൂഷിയാണ്. മാരാർ ഈ ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനായാണ് ജീവിതം ആരംഭിച്ചത്. സംഗീത ചക്രവർത്തിയായ ഷക്കാല ഗോവിന്ദ മാരാരുടെ സ്മരണ നിലനിർത്തുവാൻ തുടങ്ങിവച്ച ഷക്കാല ഗോവിന്ദ മാരാർ സ്മാരക കലാസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഉറച്ച പിന്തുണയാണ് പെരുന്തൃക്കോവിൽ ദേവസ്വം നൽകി വരുന്നത്. രാമമംഗലം നരസിംഹക്ഷേത്രം ചരിത്രത്തിൽ ഇടം പിടിച്ച പെരുന്തൃക്കോവിലായി അംഗീകരിക്കപ്പെട്ടതിന് പിന്നിൽ ആധികാരികമായ മാനദണ്ഡങ്ങളുമുണ്ട്. സ്ഥാപത്യവേദമനുസരിച്ച് പെരുന്തൃക്കോവിലുകൾക്ക് സാധാരണ ക്ഷേത്രങ്ങളെക്കാൾ വലിപ്പവും നിർമ്മാണ പ്രത്യേകതകളും ഉണ്ടായിരിക്കുന്നു. രാമമംഗലം ക്ഷേത്രത്തിൽ ഇതെല്ലാം ഒത്തുചേരുന്നതായി നമുക്ക് കാണാം. അതിബൃഹത്താണ് രാമമംഗലം പെരുന്തൃക്കോവിലിന്റെ ക്ഷേത്രഗാത്രം. ക്ഷേത്രമാകുന്ന ശരീരത്തെ അംഗോപാംഗങ്ങളടങ്ങുന്ന മഹാക്ഷേത്രമാക്കുന്ന പഞ്ചപ്രകാര വിധികൾ നിർമ്മാണവേളയിൽ ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഗജാകാരമായ കൂറ്റൻ ചുറ്റുമതിൽ പുറത്തെ പ്രാകാര ഭംഗിയായി ശോഭിക്കുന്നു. ആനപ്പള്ളമതിൽ എന്ന അപരനാമധേയമുള്ള ക്ഷേത്രത്തിന്റെ ഈ ചുറ്റുമതിൽ ദേവസ്ഥാനത്തിന്റെ അതിരുകൾ കാക്കുന്നു. ക്ഷേത്രമതിൽക്കകത്തേക്ക് ദർശനമായി തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള അറപ്പുര എന്ന ദേവസ്വം കൊട്ടാരം ചേരരാജാവിന്റെ കോവിലകമായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുവാൻ രാജാവ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ താമസിച്ചിരുന്നതായി കരുതപ്പെടുന്നു. രാജാധികാരത്തിന്റെ പരിരക്ഷയിലുണ്ടായ ഒരു മഹാക്ഷേത്രമാണിതെന്ന് വിശാലമായ ഊട്ടുപുരയും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശാലമായ ഊട്ടുപുരകൾ അന്നദാന മഹാത്മ്യത്തിന്റെ ആലേഖനം ചെയ്ത രേഖകളാണ്. ഒരു മഹാനിർമ്മിതിയുടെ ഉപദാനം പോലെയാണ് ഉയർന്നതും വിശാലവുമായ ആനപ്പന്തൽ. ക്ഷേത്രാകാരത്തിന്റെ ഗാംഭീര്യവും പ്രൗഢിയും ഈ ആനപ്പന്തലുകൾ വെളിപ്പെടുത്തുന്നു. ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മുഖമണ്ഡപം ക്ഷേത്രദേവന്റെ പ്രസാദാത്മകതയുടെ പ്രതീകമാണ്. അനേക കാലം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ സൂക്ഷ്മശില്പങ്ങൾ ഏതാണ്ട് 8ാം നൂറ്റാണ്ടോളം പഴക്കം കാണിക്കുന്നു. ദേവന്റെ ഉദരമായി കൽപ്പിക്കുന്ന വിളക്കുമാടത്തിനുമുണ്ട് പെരുന്തൃക്കോവിലിന്റെ പ്രത്യേകതകൾ. ഇടിഞ്ഞിലുകൾ തറച്ച എണ്ണമറ്റ അഴിക്കൂടുകൾ നാലമ്പലത്തിന്റെ ചുവരിൽ നിരയായി കാണും. വിസ്തൃതമായ ബലിക്കൽപുരയുടെ നടുവിൽ കമനീയമായി നിർമ്മിച്ച വലിയ ബലിക്കല്ലുമുണ്ട്. പ്രാസാദത്തിന്റെ എല്ലാ അംശവും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബലിക്കല്ല് ക്ഷേത്ര ശ്രീകോവിലിന്റെ ചെറുപകർപ്പാണ്. ചുറ്റമ്പലത്തിന്റെ മുൻഭാഗമായ വലിയമ്പലത്തിൽ കൂത്തമ്പലവുമുണ്ട്. തൃക്കോവിലിനെ പെരുന്തൃക്കോവിലാക്കുന്ന പെരുമയാണ് വലിയമ്പലത്തിലെ കൂത്തുപുരയ്ക്കുള്ളത്. ഇതിനെല്ലാം ഉപരി ഇരട്ട വിമാനത്തോടുകൂടിയ വട്ടശ്രീകോവിൽ ഈ മഹാക്ഷേത്രത്തിന്റെ പേരിന് പെരുമ ചാർത്തിക്കൊടുക്കുന്ന മഹാസൗധമായി നിലനിൽക്കുന്നു. ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട വൈവിധ്യപൂർണമായ ശില്പചാതുരിയുടെ മകുടോദാഹരണമായി ശോഭിക്കുന്ന ക്ഷേത്ര ശ്രീകോവിൽ അപൂർവ പ്രകൃതിയും അനുഗ്രഹദായകനുമായ ബാലനരസിംഹമൂർത്തിയുടെ ശിലാവിഗ്രഹവുമായി പരിശോഭിക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിന്റെ ദശാവതാര രൂപങ്ങളിലെ അപൂർവ ഭാവങ്ങളിലൊന്നാണ് ബാലനരസിംഹമൂർത്തി. പിളർന്ന വായും രൗദ്രാകൃതിയുമായി മൂർച്ചയുള്ള ദ്രംഷ്ടകളോടെ അസുരനിഗ്രഹത്തിനായി തൂണുപിളർന്നു വന്ന ഉഗ്ര നരസിംഹമൂർത്തിയല്ല, മറിച്ച് ശാന്തനും അനുഗ്രഹദായകനുമായ ബാലനരസിംഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അവതാരരൂപിയായ നരഹരി ശാന്തശീലനായ കഥ ശ്രീമദ് ഭാഗവതത്തിലുണ്ട്.
സനകാദി മുനികളുടെ ശാപം മൂലം വിഷ്ണു പാർഷദന്മാരായ ജയവിജയന്മാർ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നീ 2 അസുരന്മാരായി കശ്യപ പ്രജാപതിയുടെ ധർമ്മപത്നിയായ ദിതിയിൽ ജനിച്ചു. ഇതിൽ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോയ ഹിരണ്യാക്ഷനെ വിഷ്ണു ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് നിഗ്രഹിച്ചു. സഹോദരനെ നിഗ്രഹിച്ചതിൽ രോഷം പൂണ്ട ഹിരണ്യകശിപു വിഷ്ണുവിനോട് പകരം വീട്ടുവാനുള്ള വരബലത്തിനായി ബ്രഹ്മദേവനെ തപസ് ചെയ്തു. ഹിരണ്യകശിപുവിന്റെ കഠിന തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ആ അസുരനെ ആരാലും പരാജിതനാക്കപ്പെടാത്ത വിധത്തിൽ അജേയവരം നൽകി അനുഗ്രഹിച്ചു. തന്നെ ഭൂമിയിലും ആകാശത്തും വച്ചും കരയിലും വെള്ളത്തിലും വച്ചും പകൽ സമയത്തും രാത്രികാലത്തും മനുഷ്യനും മൃഗവും കൊല്ലരുത് എന്നതായിരുന്നു ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്ത വരത്തിന്റെ പ്രത്യേകത. ആരാലും താൻ വധിക്കപ്പെടുകയില്ല എന്നഹങ്കരിച്ച ഹിരണ്യകശിപു പ്രജകളെയും മഹർഷിമാരെയും നിഷ്കരുണം പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഇക്കാലത്ത് ഹിരണ്യകശിപുവിന്റെ പത്നി കയാധുവിൽ നിന്നും ഭക്തനായ പ്രഹ്ലാദൻ പിറന്നു. അസുരവംശത്തിൽ പിറന്നുവെങ്കിലും പ്രഹ്ലാദൻ ഭഗവത് ഭക്തനും തന്മൂലം അച്ഛന്റെ എതിരാളിയുമായി തീർന്നു. മകന്റെ മനസ്സ് ഭഗവത് ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് ഹിരണ്യകശിപു വളരെയേറെ പ്രയത്നിച്ചു. എന്നാൽ അതിനൊന്നും പ്രഹ്ലാദനിൽ യാതൊരു ഫലവും ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. പ്രഹ്ലാദനെ കൊല്ലുന്നതിനായി ഹിരണ്യകശിപു പല ഉപായങ്ങളും പ്രയോഗിച്ചുവെങ്കിലും അതിൽ നിന്നെല്ലാം ആ ബാലൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തനിക്ക് വഴങ്ങാത്ത വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ കൊല്ലുവാനായി ഒരുങ്ങിയ ഹിരണ്യകശിപു വാളുമേന്തിക്കൊണ്ട് ആ ബാലനോട് വാഗ്വാദമായി. നിന്റെ ഭഗവാൻ എവിടെയുണ്ട് എന്ന ആ അസുരന്റെ കോപാകുലമായ ചോദ്യത്തിന് എന്റെ ഭഗവാൻ ഈ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നായിരുന്നു പ്രഹ്ലാദന്റെ മറുപടി. ഇത് കേട്ട് അലറിക്കൊണ്ട് ഹിരണ്യകശിപു തന്റെ വാളുകൊണ്ട് സഭാമന്ദിരത്തിലെ തൂണിന്മേൽ ആഞ്ഞുവെട്ടി. നിമിഷാർദ്ധം കൊണ്ട് നരസിംഹ ഭഗവാൻ തൂണു പിളർന്ന് പ്രത്യക്ഷനായി. ഭഗവാൻ ഹിരണ്യകശിപുവിനെ കീഴടക്കി തന്റെ മടിയിൽ കിടത്തി. സന്ധ്യാസമയത്ത് ഗോപുര കവാടത്തിന്റെ പിടിയിലിരുന്ന് നഖങ്ങൾ കൊണ്ട് ആ അസുരന്റെ മാറിടം പിളർന്ന് നിഗ്രഹിച്ചു. ആ സമയം അത്യുഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് ബ്രഹ്മദേവനും മഹാദേവനും ഇന്ദ്രാദിദേവന്മാരും ലക്ഷ്മി ഭഗവതിയും പാദം വണങ്ങി പിന്മാറി. ഒടുവിൽ ഭഗവാന്റെ കോപം ശമിപ്പിക്കുവാൻ ദേവന്മാർ പ്രഹ്ലാദനെ ആശ്രയിച്ചു. ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് അടുത്തു ചെന്ന് നമസ്കരിച്ച പ്രഹ്ലാദനെ ശ്രീഹരി വാത്സല്യാതിരേകത്താൽ എടുത്ത് തന്നോട് ചേർത്ത് നിർത്തി. ഭഗവാന്റെ കോപം മുഴുവൻ പ്രഹ്ലാദനോടുള്ള വാത്സല്യത്തിൽ അലിഞ്ഞില്ലാതെയായി. ശാന്തസ്വരൂപനായി പ്രഹ്ലാദനെ അനുഗ്രഹിച്ച ഭക്തവത്സലനായ ആ നരസിംഹമാണ് പെരുന്തൃക്കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബാലനരസിംഹം. ശാന്തഭാവത്തിലുള്ള നരസിംഹമൂർത്തിയെയാണ് ബാലനരസിംഹം എന്ന് വിളിക്കുന്നത്. ആശ്രയിക്കുന്ന ആരെയും കൈവിടാത്ത അനുഗ്രഹദായകനാണ് ഇവിടെ കുടികൊള്ളുന്ന ബാലനരസിംഹമൂർത്തിയെന്ന് ഭക്തജനങ്ങളുടെ അനുഭവങ്ങൾ മുൻനിർത്തി പറയപ്പെടുന്നു. ഭക്തപ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വിളിപ്പുറത്തെത്തിയ നരസിംഹാവതാരമൂർത്തി കരുണാമയനായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷങ്ങൾ ചൊരിയുന്നു.